ടാങ്ക് ഇപ്പോൾ ക്ലീൻ ചെയ്തിട്ട് ഇപ്പോൾ 2 ദിവസമായി. 2 ദിവസം കഴിഞ്ഞിട്ട് ഉള്ള കാഴ്ചയാണ്. ഇപ്പോൾ നമ്മുടെ വെള്ളമെല്ലാം അത്യാവശ്യം ക്ലിയർ ആയിട്ടുണ്ട്. മീനുകളെല്ലാം ഹാപ്പിയാണ്. പിന്നെ ഇവിടെ നമ്മുടെ ഏഞ്ചൽ ഫിഷ് ഉണ്ട്. 2 പെയറായിരുന്നു. ആ ഒരു പെയറിനെ നമ്മളിപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിലും നമുക്ക് ഒരു കുഞ്ഞ് നമുക്ക് കിട്ടിയായിരുന്നു, ഈ ടൈഗർ ബാർബിൽ. ബാക്കി നമ്മൾ ബ്രീഡിങ്ങിനായിട്ട് അങ്ങനെ സെപ്പറേറ്റ് ചെയ്തൊന്നും ഇട്ടിട്ടില്ല. ഞാൻ ഈ ഒരു കബംബയുടെ പ്ലാന്റിൻ്റെ ഒരു കട്ടിങ്സ് ഞാൻ ഇതിൽ നിന്നെടുത്ത് വേറൊരു ടാങ്കിലോട്ട് മാറ്റിയപ്പോൾ അതിലോട്ട് നമുക്ക് ഇതിൻ്റെ ഒരു കുഞ്ഞ് അറിയാതെ വീണ് പോയതാണ്. പിന്നെ അത് വലുതായപ്പോഴാണ് ഞാൻ കണ്ടത്. ഒരു കുറച്ച് ഒന്ന് കാണാൻ പറ്റുന്ന, കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന സൈസായപ്പോഴാണ് ഞാൻ കണ്ടത്. അപ്പോൾ അതൊരു ചെറിയ ഒരു 2 ആഴ്ച ഒക്കെ ആകുന്നേ ഉള്ളൂ. കുറച്ച് വലുതായി. പിന്നെ നമ്മുടെ അനൂബിയാസ് ആണ്. അനൂബിയാസിന് ഇപ്പോൾ നമ്മൾ വേറെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും തന്നെ ഇതുവരെയും നമ്മൾ കൊടുത്തിട്ടില്ല. ഇതിൻ്റെ ഇലകളിലൊക്കെ ചെറുതായിട്ട് ആൽഗേസ് ഒക്കെ ഉണ്ട്, ചെറുതായിട്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ വാലിസ്നറി ട്രിം ചെയ്തായിരുന്നു നമ്മൾ. ട്രിം ചെയ്തതിന് ശേഷം നിൽക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ടൈഗർ ബാർബ് നമുക്ക് ഈ ഒരു പ്ലാന്റ് ടാങ്കിൽ ഇടാനായിട്ട് പറ്റിയൊരു മീനല്ല. കാരണം കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ആക്റ്റീവായിട്ടുള്ള മീനാണ്, നല്ല സ്പീഡ് നീന്തുന്ന മീനുകളാണ്. അപ്പോൾ ഇത് ഈ ഒരു സബ്സ്ട്രേറ്റൊക്കെ ഇളക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ പ്രശ്നമില്ലാത്ത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മണൽ ഞാൻ കുറച്ചധികം കട്ടിക്കാണ് ഇട്ടിരിക്കുന്നത്. അതിൽ തന്നെ വാലിസ്നറിയൊക്കെ ഞാൻ നട്ടിട്ട് ഏകദേശം ഒരു വർഷം 2 മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു മീനുകളെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നത് ഈ ഒരു പ്ലാന്റുകൾ. പിന്നെ ഈ ഒരു കബംബ സ്റ്റെം പ്ലാന്റ്സ് എല്ലാം ഇത് ഇളക്കിക്കളയും. കബംബയുടെ ഇതിൽ നമുക്ക് ഇളക്കിക്കളയാത്ത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു കല്ലിൻ്റെ ഇടകളിലായിട്ടാണ് ഓരോന്നിൻ്റെ ചുവട് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ഇളക്കി കളയാനായിട്ട് പറ്റത്തില്ല. പിന്നെ വാലിസ്നറിയുടെ വേരൊക്കെ അത്രയും ഡീപ്പായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചുവട്ടിലോട്ട് എത്താനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അത്രയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.